ഹലോ, ദിസ് ഈസ് ഷാഹിദ് അലി ആൻഡ് ദിസ് ഈസ് മൈ പോഡ്കാസ്റ്റ് നമ്പർ 14. അപ്പം ഇന്നത്തെ ആ ഒരു ബിഗ് ഡേ കഴിഞ്ഞ്, ബിഗ് ഡേ ഏതാണ് ബിഗ് ഡേ? റിസൾട്ട് ഡേ, നമ്മുടെ CMAയുടെ റിസൾട്ട് ഡേ കഴിഞ്ഞ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു റിസൾട്ട് കഴിഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റിൽ വരാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഇന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് വിളിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് മെസ്സേജസ് അയച്ച്. ദാറ്റ് മീൻസ് അവർ പാസ്സായി. അതിപ്പോൾ സ്പെഷ്യലി IDTയിൽ അറ്റ്മോസ്റ്റ് ഭയങ്കര സ്കോർ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു IDTയിൽ. അത് യൂട്യൂബ് ക്ലാസ്സസും ഈ പറഞ്ഞ് നമ്മൾ IDT മെഗാ റിവിഷനും സൂപ്പർ 40 ഒക്കെ കണ്ടിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായ മുഹൂർത്തങ്ങൾ കടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സങ്കടമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 1-2 മുഹൂർത്തങ്ങൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾ ഇതേപോലെ അന്ന് എക്സാം കഴിഞ്ഞപ്പം, ദാറ്റ് മീൻസ് IDTയുടെ എക്സാം കഴിഞ്ഞപ്പോൾ അന്ന് അയാൾ എന്നോട് പറഞ്ഞിരുന്നു, ആളെ പേര് പറയുന്നില്ല, അന്ന് എനിക്ക് മെസ്സേജ് അയച്ച അയാൾ പറഞ്ഞു, സാറേ എന്തായാലും ഞാൻ 65 അബവ് ഇപ്രാവശ്യം വാങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവൻ ഉഷാറാണല്ലോ, 65 അബവ് വാങ്ങാം എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ അവൻ പിന്നീട് അവൻ ഇന്ന് എനിക്ക് മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി അയച്ചിട്ട് പറഞ്ഞ്, സാറേ വാക്ക് പാലിച്ചിട്ടുണ്ട്, നല്ല ഉഷാർ മാർക്ക് തന്നെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. നോക്കിയപ്പം 85 മാർക്സ് ഉണ്ടായിരുന്നു IDTയിൽ. ഭയങ്കര സന്തോഷമായിരുന്നു അവൻ അത് പറഞ്ഞപ്പോൾ. സാറേ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. 85 സ്കോർ ചെയ്ത അയാൾ. വേറൊരാളുടെ അതേപോലെ തന്നെ ഹീ സ്കോർഡ് 86. അങ്ങനെ എല്ലാവർക്കും നല്ല മാർക്ക് IDTയിൽ കിട്ടി. കുറേ ആൾക്കാർ അങ്ങനെ 70 അബവ്, 60 അബവ്, 55 അബവ് ഒക്കെ IDT കിട്ടിയവരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു ആൾക്ക് IDTയിൽ 71 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾ ആ ഗ്രൂപ്പിൽ ഫെയിലായിപ്പോയി. എങ്ങനെയായാലും അയാൾ അടുത്തയിൽ എന്തായാലും കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ. എന്തായാലും അയാൾ പാസ്സാവും. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ കേട്ടോ. വേറൊരാളുണ്ടായിരുന്നു, അയാൾ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് മെസ്സേജ് അയക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എക്സാം കഴിഞ്ഞ സമയത്താണ് അയാൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പം അയാൾ എനിക്ക് ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞ്, എനിക്ക് നല്ല പനിയാണ്, എനിക്ക് ബാക്കി ഇനി അറ്റൻഡ് ചെയ്യാൻ വയ്യ, ഞാൻ നിർത്തിയാലോ എന്നുള്ള രീതിയിൽ അയാൾ എന്നോട് സംസാരിച്ച്. അപ്പം ഞാൻ അയാൾ 2022 സിലബസ് ആയിരുന്നു, ഫസ്റ്റ് ലോ എങ്ങാനും അയാൾ എക്സാം എഴുതി. അയാളെ പേരൊന്നും പറയുന്നില്ല. ആൾ എന്നോട് എന്നെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു. അതാണ് അപ്പം അയാളോട് അന്ന് ഞാൻ പറഞ്ഞ്, ഏതായാലും അറ്റൻഡ് ചെയ്തില്ലേ, ബാക്കിയും ഉള്ള പോലെ, ദാറ്റ് മീൻസ് നമ്മൾ ഇത്രയും എടുത്ത എഫേർട്ട്, ആ 3 to 2 months എടുത്ത എഫേർട്ട് നമുക്കിപ്പം ഇപ്പോഴേ നമുക്കത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 5 days അല്ലെങ്കിൽ 4 days വേണ്ടിയിട്ട് നമ്മൾ അത്രയും മെനക്കെട്ടെ. സോ അത് കളയണ്ട എന്ന് പറഞ്ഞ് എന്തെങ്കിലും പാരസെറ്റമോൾ എന്തെങ്കിലും കഴിച്ച് പോയി എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഇന്ന് എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ പാസ്സായി, ഫസ്റ്റ് എഴുതിയ എക്സാം തന്നെ 55 ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എനിക്ക് ആ ഒരു മെസ്സേജ് ഷെയർ ചെയ്തപ്പം ഇറ്റ്സ് റിയലി ഹ്യൂജ്. ഭയങ്കര സന്തോഷമായി. അതേപോലെ ഒരുപാട് ആൾക്കാർ. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി എപ്പോഴും ഡൗട്ട് ചോദിച്ചിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവുക മിക്കവാറും ആ കുട്ടിയായിരിക്കും, ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം ആ കുട്ടീനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡൗട്ട് ചോദിച്ച് ശല്യമാവുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരു ഭയങ്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി എന്നോട് എല്ലാ സബ്ജക്റ്റും ഡൗട്ട് ചോദിക്കും. ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയുന്നുണ്ടാവില്ല, ഞാൻ വേറെ ഒന്നെങ്കിലും തപ്പി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാനും അവിടെ പഠിക്കുക ചെയ്തിരുന്നത്. അങ്ങനെ ആ കുട്ടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ്, സാർ പാസ്സായി. ആ കുട്ടി ഡിസേർവ് ചെയ്യായിരുന്നു, കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾ വേറെ ഒരു സ്ഥലത്ത് പഠിക്കുന്നൊരു കുട്ടിയാണ്, മീൻസ് ഡിഗ്രി ചെയ്യുന്ന ആളാണ് അതിൻ്റെ കൂടെ CMA ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഫേർട്ടുകൾ അത്രത്തോളം ഉണ്ടായിരുന്നു. ഷീ ഡിസേർവ് ദിസ്. അങ്ങനെ നിങ്ങളുടെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഇന്ന് എനിക്ക് കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ദിസ്. എന്താ പറയുക, നിങ്ങളുടെ വേർഡ്സ് അത്രയും ഷെയർ ചെയ്ത് നല്ല ഹാപ്പിയായി. രാവിലെ തൊട്ട് തന്നെ എനിക്ക് മെസ്സേജസും കോളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ആൻഡ് കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഫെയിലായതിൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞ് അവർ കരഞ്ഞ്, ചില ആൾക്കാർ കോൺഫിഡൻറ്റോടുകൂടി ഫെയിലായാലും നിന്ന്. ആൻഡ് നമുക്കിനി ഫെയിലും പാസിങ് മീൻസ് ബാക്കി ആഫ്റ്റർ ഇത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഒരു ഡിസ്കഷൻ വേണം. ദാറ്റ് മീൻസ് പാസ്സായവർ എന്ത് ചെയ്യണം, ഫെയിലായവർ എന്ത് ചെയ്യണം. അപ്പം പാസ്സായവർ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് ഉടനെ തന്നെ നോക്കാം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇൻ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫൈനലിൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ വിത്തൗട്ട് എനി ലാഗ് ഫൈനലിൻ്റെ കാര്യം ഉടനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ മീൻസ് ഒരു ഗ്രൂപ്പ് പെൻഡിങ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുക. മീൻസ് വിത്തൗട്ട് എനി ലാഗ് അടുത്ത ഗ്രൂപ്പ് അടുത്ത അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തേ പറ്റൂ.
അപ്പോൾ പല ആൾക്കാർക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ്, ദാറ്റ് മീൻസ് ഫെയിൽ ആയവർക്കൊക്കെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ 2016 സിലബസ് ഉള്ളവർ 2022 മാറുമ്പോൾ പ്രശ്നങ്ങളില്ല എന്നുള്ളത്. പ്രശ്നങ്ങൾ 80% വരെ നിങ്ങൾ സിമിലർ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, 20% മാത്രമാണ് വ്യത്യാസമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പോസിബിൾ. അത് വലിയ പ്രശ്നങ്ങളൊന്നുള്ള കാര്യം എന്നല്ല, അത് ആലോചിച്ച് ഉണ്ടാക്കണ്ട. അതിലാകെ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ സബ്ജക്ട്സുകൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾമോസ്റ്റ് സെയിം ആണ്, അതിൽ പഠിക്കാനുള്ള കണ്ടൻറ്റും സിമിലർ ആണ്, കുഴപ്പമില്ല. നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളൊരു PDF അത് നോക്കിയാൽ വ്യക്തമായിട്ട് ചാപ്റ്റർ വൈസ് ഉള്ള ചേഞ്ചസിനൊക്കെ മനസ്സിലാവും. ദെൻ അപ്പം ഇതാണ് ഒരു ദാറ്റ് മീൻസ് ഒരു ഗ്രൂപ്പ് പെൻഡിങ് ഉള്ളവർ അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് മീൻസ് പാസ്സായവരെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യട്ടെ പാസ്സായവർ. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു എനിക്ക് അവരുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ പാസ്സായി, ആൾക്കാർ പാസ്സായിട്ടില്ല. അപ്പം 3 അറ്റംപ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ പാസ്സായവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻജോയ് ചെയ്യുക, അവരൊക്കെ മൊമെൻറ്റ് ഭയങ്കരമായിരുന്നു. ദാറ്റ് മീൻസ് 3 months തോറ്റ് വന്നിട്ട് പിന്നെ ജയിക്കുമ്പോൾ ഭയങ്കര ഫീലാണത്. അത് ഫസ്റ്റ് തന്നെ ജയിക്കുന്ന ഒരാൾക്ക് ആ ഫീല് കിട്ടില്ല. അത് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. അത് 2 അറ്റംപ്റ്റ് 60 അറ്റംപ്റ്റ് കണ്ടിന്യൂസ്ലി തോറ്റിട്ട് പിന്നെ ഒരു പാസ് കിട്ടുമ്പം വേറെ ഫീലാണത്. അത് ഭയങ്കര ഫീൽ, അത് എനിക്ക് ശരിക്കും അറിയാം. അപ്പം അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അപ്പം എങ്ങനെയപ്പോൾ എന്താ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന്, അത്രയും നല്ല മൊമെൻറ്റ്സ് ആൻഡ് നല്ല സന്തോഷം. അപ്പം ഇനി ഫെയിലായവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാര്യത്തിലോട്ട് ഫെയിലായവരെ സംബന്ധിച്ചിടത്തോളം ഫെയിലായവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ യു ഫെയിൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഫെയിൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കാത്ത പക്ഷം വീണ്ടും നിങ്ങൾ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കും. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്, വൈ യു ഫെയിൽഡ്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് വീക്കായത്, ഏത് സബ്ജക്റ്റിലാണ് പ്രശ്നം പറ്റിയത് എന്നുള്ളത് നിങ്ങൾ നോക്കിയേ പറ്റൂ. അതിൽ നോ മെർസി. അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ RTI വഴി നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പി എടുക്കുക, മീൻസ് ഫോട്ടോ കോപ്പീസ് എടുക്കുക, അല്ലെങ്കിൽ ICMA വഴി സർട്ടിഫൈഡ് കോപ്പി എടുക്കുക. സോ അത് നിർബന്ധമാണ്. എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സോ എന്തായാലും അത് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ സർട്ടിഫൈഡ് കോപ്പി ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾ വാല്യൂ ചെയ്ത് നോക്കുക. എവിടെയാണ് നിങ്ങൾ നോക്കുക, എവിടെയാണ് മാർക്ക് പോയത്, എങ്ങനെയാണ് മാർക്ക് പോയത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാത്ത പക്ഷം വീണ്ടും ഇതേ മിസ്റ്റേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല, നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മളെല്ലാവരും മെനക്കെട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രസൻറ്റേഷൻ വൈസ് പ്രശ്നം പറ്റിയതാണ്. ഈ പഠിത്തത്തിനൊരു സ്കില്ലും എക്സാമിനൊരു സ്കില്ലുമാണ്. പല ആൾക്കാർക്ക് ഈ പഠിക്കാനുള്ള സ്കില്ലുണ്ടാവും, പക്ഷേ എക്സാമിൻ്റെ സ്കില്ലുണ്ടാവില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മൾ തോറ്റു പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക തരം സ്കില്ലാണ്. കാരണം പ്രത്യേകിച്ച് CA എക്സാംസിന്, കാരണം നമുക്കിവിടെ 40 കിട്ടിയാൽ പോരാ, ശരിയല്ലേ, 200 അഗ്രിഗേറ്റ് കിട്ടും വേണം. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി പാടും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് പഠിക്കുമ്പോൾ ആ ഗ്രൂപ്പിലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം വിച്ച് സബ്ജക്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് വിച്ച് സബ്ജക്റ്റ് ഈസ് മൈ വീക്ക്നെസ്, ആൻഡ് അക്കോർഡിംഗ്ലി നിങ്ങളുടെ പ്ലാനിങ് പോകണം. അല്ലെങ്കിൽ വെറുതെ +1 +2 ഒക്കെ പഠിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് പ്ലാൻ ചെയ്ത് സ്മാർട്ടായിട്ടുള്ളൊരു മീൻസ് നമ്മളെ എന്താ പറയുക, ഹാർഡ് വർക്ക് വേണം, പക്ഷെ അതിൻ്റെ കൂടെ സ്മാർട്ടായിട്ടുള്ളൊരു പഠിക്കൽ നമ്മളെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ അതിനനുസരിച്ച് അപ്പം ഒരു SWOT അനാലിസിസ് നടത്തണം. ആഫ്റ്റർ ദിസ് ഈ റിസൾട്ട് കഴിഞ്ഞ് നിങ്ങൾ ഫെയിലായിട്ടിരിക്കുമ്പോൾ ഒരു SWOT അനാലിസിസ് നടത്തുക. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്താണെന്നുള്ളത്. അതിൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓപ്പർച്യൂണിറ്റി ത്രെറ്റോടെ നിൽക്കട്ടെ. അപ്പോൾ ഏതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്ത് സബ്ജക്റ്റ്, ഏതൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 60 above 65 above റേഞ്ചിലുള്ള കുറച്ച് മാർക്ക് നമുക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ കൊണ്ട് വെച്ചിരിക്കണം. അതിനനുസരിച്ചുള്ള പണിയെടുത്തിരിക്കണം അതിന്. ഇനി നമ്മളെടുത്ത എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല. ഫെയിൽ ചെയ്തതോളം പറയണം, നമ്മളെടുത്ത എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല. നമുക്കത് അടിപൊളിയായിട്ട് അടുത്തതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നോ സംശയം, ഒരു സംശയം വേണ്ട, അതിൽ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ മുമ്പുള്ള പോഡ്കാസ്റ്റിലൊക്കെ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ചില ആൾക്കാരൊക്കെ വളരെ ചെറിയ മാർക്കിന് തോറ്റ ഒരാളുണ്ടായിരുന്നു. അപ്പം ഇന്നൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ മാർക്കിന് ആൾ 9 മാർക്സിനാണ് തോറ്റെ. അഗ്രിഗേറ്റൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏതൊരു പേപ്പറിൽ പോസ്റ്റിങ്ങിലെങ്ങാനോ 31 കിട്ടി, 9 മാർക്സിന് ആൾ ഫെയിലായി. ആക്ച്വലി ഞാൻ പോയിരുന്ന അതേ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാൻ ഇതേപോലൊരു തവണ തോറ്റിട്ടുണ്ട്. ഞാൻ തോൽവി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കിട്ടിയ മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59, 56, 57 ആയിരുന്നു 3 പേപ്പറിൽ. ഒരു പേപ്പറിൽ 24. എക്സംഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എല്ലാത്തിലും മാർക്കുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കുണ്ട്, പക്ഷേ ഒരു പേപ്പറിൽ 24 ആയി. ഒന്നെങ്കിൽ 24ൽ 40 ആയാൽ മതി, ഇത് പാസ്സായേനെ. അല്ലെങ്കിൽ ഇത് 1-2 മാർക്ക് വെച്ച് കൂടി കിട്ടണമെങ്കിൽ അത് എക്സംഷനെങ്കിലും ആയേനെ. ഒന്നും കിട്ടിയില്ല. അതേ ഒരു മൊമെൻറ്റ് ഫേസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. സോ അതേ ഫീലായിരുന്നു ആ കുട്ടിക്ക്. എന്നെ തന്നെയായിരുന്നു ആ കുട്ടീനെ കണ്ടത് അന്ന് എനിക്ക് മാർക്ക് വന്നപ്പോൾ. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ ഞാനത് ടാക്കിൾ ചെയ്ത് എനിക്ക് പാസ്സാവാൻ പറ്റി.
അപ്പം ഇതൊക്കെ പോസിബിളാണ്. വെച്ചാൽ അടുത്ത അറ്റംപ്റ്റ് ഞാൻ അത്രയും എഫേർട്ട് ഇട്ടുണ്ടായിരുന്നില്ല. അത് മീൻസ് അന്നിട്ട് ആ 59 കിട്ടിയപ്പോഴുണ്ടായിരുന്ന എഫേർട്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി ഞാൻ പഠിച്ച കാര്യമാണ്, പിന്നെ എന്തൊന്ന് റിവൈസ് ചെയ്യാനേ ഉള്ളൂ, തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. അപ്പോൾ അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നിങ്ങളിത് ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ചൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഡ്രോപ്പ് ഔട്ട് ചെയ്യട്ടെ, പറ്റുന്നില്ല, 2-3 അറ്റംപ്റ്റായി. നിങ്ങളുടെ റീസൺ കണ്ടെത്തുക, വൈ യു ഫെയിൽ എന്നുള്ളത്. എപ്പോഴും ഒരേ മാർക്കിനൊക്കെ തോൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാ നിങ്ങൾ തോറ്റേ, എങ്ങനെ നിങ്ങൾ തോറ്റേ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം വീണ്ടും തോൽക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി പഠിക്കുക, മാക്സിമം നോക്ക്. കാരണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം അറ്റ്മോസ്റ്റ് മെനക്കെട്ട ആൾക്കാരാണ്. സോ നമുക്കിത് കിട്ടിയില്ലെങ്കിൽ ആ ഗിൽറ്റി ഫീൽ പിന്നീട് വരും. അതുമാത്രമല്ല, നമ്മളുടെ പാരൻസ് അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ വരാൻ. അപ്പം അവരും അതിനനുസരിച്ച് ഒരുപാട് എഫേർട്ട്, പൈസ മാത്രമല്ലോ, പൈസൻ്റെ എഫേർട്ട് മാത്രമല്ല, മാനസികമായിട്ടിടുന്ന ഒരു എഫേർട്ട് ഉണ്ട്, ആൻഡ് നമ്മളുടെ ശാരീരികമായിട്ടിടുന്ന കുറച്ച് എഫേർട്ടും ഉണ്ട്. അപ്പം അത് ഭയങ്കരമാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇടുന്ന എഫേർട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് അവർ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്നുള്ളത്. വേറെ ആരുമല്ല നിങ്ങളുടെ മോട്ടിവേഷൻ, അവർ തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. എനിക്കൊക്കെ എസ്പെഷ്യലി അവർ തന്നെയാണ് മോട്ടിവേഷൻ. കാരണം ഞാൻ CA ഇൻ്റർവ്യൂ പഠിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലല്ല, ഞാൻ ഡെയിലി പോയി വരും. കാരണം ഹോസ്റ്റലിൽ എനിക്ക് അത്ര വലിയൊരു സുഖമല്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി പോയി വരുന്ന ഒരു സ്കീമാണ് എടുത്തിരുന്നത്. കാരണം ഹോസ്റ്റലിൽ എനിക്ക് നടക്കില്ല എന്ന് തോന്നിയപ്പം എൻ്റെ ഫാദർ, അപ്പം എനിക്ക് ഇവിടുന്ന് എൻ്റെ ട്രെയിന് ക്ലാസ്സസൊക്കെ തുടങ്ങിയ ഏകദേശം ഒരു 6 o'clock 6:30 അന്ന് ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പം അതിന് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 5 o'clock ട്രെയിൻ ഞാൻ കയറണം. അപ്പം ട്രെയിൻ കയറണമെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ഒരു 3.5 kilometer 4 kilometer ഒന്ന് പോകണം. അപ്പം ഇവിടെ നിന്ന് അവിടെ എൻ്റെ ഫാദർ കൊണ്ടാക്കി തരണം. അതുമാത്രമല്ല, രാവിലെ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ മാത്രം എഴുന്നേറ്റാൽ പോരല്ലോ, എൻ്റെ ഫാദർ എഴുന്നേൽക്കണം, എൻ്റെ മദർ എഴുന്നേൽക്കണം. ഉമ്മ അപ്പോഴേക്കും എന്ത് ചെയ്യണം, ചായ ഉണ്ടാക്കി തരണം അല്ലേ. മീൻസ് അങ്ങനെ ഒരു ദിവസം ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പോകുമ്പോൾ, ദാറ്റ് മീൻസ് അവരൊരു 3:30 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങും. എനിക്കൊരു 4:15 4:30 ആകുമ്പോൾ പോകണം, 4:50 എങ്ങാനും ട്രെയിനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഇതേപോലെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഒരു അലർച്ച കേട്ടു എൻ്റെ കിച്ചണിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഉമ്മ മീൻസ് തിളച്ച വെള്ളം കാലിലോട്ടെങ്ങാനോ നമ്മുടെ കാലിൻ്റെ അടിയിലോട്ട്, കാലിൻ്റെ ആ ഒരു ലെഗിൻ്റെ മേലൊക്കെ ആയിട്ട് കുറച്ച് വീണ് പോയി, അറിയാതെ ഒന്ന് പോയി. അപ്പം ഞാൻ ആകെ ഒരുമാതിരി ചെയ്യാറുണ്ട്. കാരണം എനിക്ക് വേണ്ടി ഇതായല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു. കാരണം ഉമ്മ അപ്പോഴും കുഴപ്പമില്ല, പക്ഷേ നല്ല പൊള്ളിയിട്ടുണ്ടായിരുന്നു, നല്ല തിളച്ച വെള്ളമായിരുന്നു. അങ്ങനെ ഞാൻ പോകാൻ പ്ലാൻ ചെയ്ത് എന്നെ ഉപ്പ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പുറത്ത് പോയി. ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് ബാഗിൻ്റെ ഉള്ളിൽ ഉച്ചക്കുള്ളത് വരെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം അങ്ങനെ പോലെ ആയിട്ടും ഉച്ചക്കുള്ളത് വരെ എനിക്ക് ബാഗിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും ഒരുമാതിരി ആയിപ്പോയി. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവരെന്നെ അങ്ങനെ ആക്കുന്നത്. ദാറ്റ് മീൻസ് രാവിലെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ എന്താ പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് പ്രോപ്പർ റിസൾട്ട് നമ്മൾ കൊടുത്തിട്ടില്ല വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായി പോവും എന്ന് ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും നമ്മളുടെ പാരൻസിനോട് തന്നെയാണ്, വേറെ ആരോടും അല്ല. നമ്മളുടെ പാരൻസിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന് പ്രോപ്പർ റിസൾട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അവരെപ്പോഴും കൂടെ ഉണ്ടാവും, എന്തൊക്കെ പറഞ്ഞാലും അവരെപ്പോഴും കൂടെയും ഉണ്ടാവും, അത് ഇല്ലാതിരിക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ആക്ച്വലി നമ്മളുടെ ഒക്കെ മോട്ടിവേഷൻ അവരാണ്, പാരൻസ് തന്നെയാണ് നമ്മളുടെ ഒക്കെ മോട്ടിവേഷൻ. അതിനൊരു വ്യത്യാസവും ഇല്ല. കാരണം അവരിടുന്ന എഫേർട്ട് അവരാണ്. നിങ്ങളൊന്ന് ഒരു ദിവസം ഒന്ന് അവരുടെ റുട്ടീൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മദറാണെന്നുണ്ടെങ്കിൽ രാവിലെ കറക്റ്റായിട്ട് നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഉച്ചക്കും കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, രാത്രിയും വൈകിട്ടൊക്കെ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, വേണ്ടതൊക്കെ ചെയ്ത് തരുന്നുണ്ട്. ഫാദറാണെങ്കിലും സെയിം വേ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്, നല്ലോണം പണിയെടുത്തിട്ടാണ് നമുക്ക് ഓരോ പൈസ മാത്രമല്ല ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട്സാണ്. ഇപ്പം നമ്മൾ മെനക്കെടുന്നില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. സോ നമുക്ക് പറ്റുന്ന രീതിയിൽ ജെന്യൂനായിട്ട്, ഞാൻ പറഞ്ഞ ജെന്യൂനായിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടുക. കിട്ടും, കിട്ടാതിരിക്കും, എങ്ങനെയായാലും കിട്ടും. നമ്മൾ ജെന്യൂൻ ആണെങ്കിൽ എന്തായാലും കിട്ടും. എല്ലാ ഹാർഡ് വർക്ക് ചെയ്തവർക്കൊക്കെ ഞാൻ കണ്ടുകൊടുത്തോളം ഏത് വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ കിട്ടും. ഓക്കെ, ഇപ്പം കുറേ ആൾക്കാർ ഏജിൻ്റെ കാര്യം പറഞ്ഞ്, കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ടൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് പറയുള്ളത്, എന്നെ നോക്ക്, എനിക്ക് അത്യാവശ്യമൊക്കെ ഏജായി,
എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഞാൻ ഇതിന് വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ആളാണ്. ദാറ്റ് മീൻസ് എനിക്ക് CA പാസ്സാവണം, CA-കാരനാവണം എന്നുള്ള കച്ച കെട്ടി ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് എക്സ്റ്റെൻറ്റൊക്കെ വരെയും ഞാൻ പോകും. കാരണം അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പാരൻസ് CA-കാരനാവാൻ. എല്ലാവരുടെ പാരൻസും അങ്ങനെ തന്നെ. നിങ്ങളൊരു ക്വാളിഫൈഡ് ആയി അത്രയും ലെവലിലെത്താൻ അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർ തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. ഇപ്പോൾ പല ആൾക്കാർ മോട്ടിവേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ നോക്കുക, ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, അപ്പം വലിച്ചു നീട്ടുന്നില്ല, ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക. യു ക്യാൻ ജസ്റ്റ് എന്താ പറയുക, മെസ്സേജ് മീ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ പേപ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങൾ റൈറ്റിംഗ് സ്കില്ലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് എന്താ പറയുക, ടെസ്റ്റ് സീരീസ് വല്ലതും നോക്കുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി നോക്കുക. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ, കാരണം നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ആ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റുകൾ നല്ലതാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്കൊരു ഫീലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ആൻഡ് എന്താ പറയുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക. ഓൾവേസ് ദർ ഫോർ യു. എല്ലാവർക്കും വേണ്ടി എല്ലാ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മെസ്സേജ് അയക്കുക. ആൻഡ് റിസൾട്ട് നിങ്ങൾക്ക് ഇനിയും റിസൾട്ട് ഷെയർ ചെയ്യണമെങ്കിൽ റിസൾട്ട് ഷെയർ ചെയ്യുക. പാസ്സായിപ്പോട്ടെ ഫെയിൽ ആയാലും എന്തായാലും റിസൾട്ട് ഷെയർ ചെയ്യുക. എന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ ഫെയിൽ ചെയ്യുന്ന റിസൾട്ട് ഷെയർ ആയതുകൊണ്ട് അവർക്കൊക്കെ മറുപടികൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് എന്താ പറയുക, ഇന്ന് കുറേ നല്ല മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതേപോലെ കുറച്ച് സങ്കട മൊമെൻറ്റ്സും തന്നിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ ഫെയിലായി, നല്ല എഫേർട്ട് ഇട്ടിട്ടും ചെറിയ മാർക്കിനൊക്കെ ഫെയിലായവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും നിങ്ങൾ പാസ്സാവും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ എഫേർട്ട് ജെന്യുവിനാണെങ്കിൽ പാസ്സാവും. പക്ഷേ അപ്പോഴാണ് എങ്ങനെയാണെന്ന് നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ പാസ്സാവും. ഓക്കെ, സോ വേറെ ഒന്നും ഇനി കാര്യമായിട്ട് പറയാനില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ. വാട്സപ്പിലോ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. ആൻഡ് ടോക്ക് ചെയ്യണമെങ്കിൽ ടോക്ക് ചെയ്യാം, അതിനും റെഡിയാണ്. ഒരാൾക്കാരെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫെയിലായി സങ്കടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അതേപോലെ സംസാരിക്കാം. ആൻഡ് വേറെ ഒന്നുമില്ല. അപ്പം ചില്ലാവുക, റിലാക്സ് ആവുക. പാസ്സായവർ അടിപൊളി എൻജോയ് ചെയ്യുക. ആൻഡ് ഫെയിലായവർ അതിനനുസരിച്ച് ആ രീതിയിൽ കാണുക, റിലാക്സ് ചെയ്യുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക, അക്കോർഡിംഗ്ലി ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾവേസ് വിത്ത് യു ആൻഡ് ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി. എല്ലാം പോസിബിളാണ്, ഒന്നും പോസിബിൾ അല്ലാത്ത എല്ലാം. ഓക്കെ, ശരി, ബൈ.